ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ക്രിസ്ത്യാനി നന്നാകണമെങ്കിൽ ശരീരത്തെക്കാൾ പ്രാർത്ഥന നന്നാകണം. ശരീരത്തെ നന്നാക്കാൻ, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, ആരോഗ്യം വീണ്ടെടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ വളരെ ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കാം നമ്മൾ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ക്രിസ്ത്യാനി നന്നാകണമെങ്കിൽ ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന നന്നാകണം. ഒരു നല്ല പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ്, അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിലുള്ള സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ കാര്യം സൂചിപ്പിച്ചത്. അവൻ ഓവർ കോൺഷ്യസ്. അവന്റെ ശരീരം, ബോഡി ഷേപ്പ്, സൗന്ദര്യം, മസില്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓവർ കോൺഷ്യസ്, അമിത ശ്രദ്ധ. എൻ്റെ അമ്മ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, ഞങ്ങൾക്ക് ഭയം തോന്നാറുണ്ട്. ഇത്രമാത്രം അവൻ ഇതിന്റെ എല്ലാം പുറകെ ഭ്രാന്ത് പിടിച്ചതുപോലെ പോകുന്നത് കണ്ടിട്ട്. അപ്പൊ ആ വീട്ടുകാർക്ക് തന്നെ അങ്ങനെ തോന്നിയെങ്കിൽ നമുക്കറിയാം, അങ്ങനെ എന്തെങ്കിലും സാരമായൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം വരാതെ അങ്ങനെ അവർ ചിന്തിക്കുമോ? ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് പോകുന്ന അവസ്ഥ. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കൺസേൺ, അവൻ്റെ ഒരു ആകുല ചിന്ത, അവന് വല്ല മാരകരോഗം വരുമോ, അത് അവൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർക്കുമോ എന്നുള്ള ആ ഒരു ചിന്ത. എൻ്റെ ഒരു കാരണം പറഞ്ഞത്, ഒരു അമ്മച്ചി കരഞ്ഞു പറയുന്നത് അവൻ കേൾക്കുകയുണ്ടായി. എൻ്റെ മകൻ നല്ല ഉദയസൂര്യൻ പോലെ ഇരുന്നതാണ് അവൻ്റെ മുഖം. അവനൊരു ക്യാൻസർ വന്ന് അവസാനം ഈ പരുവമായി മരിച്ചല്ലോ എന്ന് കരഞ്ഞു പറഞ്ഞ അമ്മച്ചി എൻ്റെ മനസ്സിൽ തട്ടിയതാ. അപ്പൊ അതുകൊണ്ട് ഇവനിപ്പോൾ അമിതമായിട്ടുള്ള ഭയം, ഇങ്ങനത്തെ വല്ല മാരക രോഗം വരുമോ എന്നുള്ള ആ ഒരു ഭയം അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവമക്കളായി നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ശരീരം മാത്രമല്ല ഉള്ളത്. ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ട പലതും നമുക്കുണ്ട്. നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നാം പ്രാധാന്യം കൽപ്പിക്കണം. അതല്ലാതെ എൻ്റെ ബോഡി ഷേപ്പ്, എൻ്റെ ചർമ്മകാന്തി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ പോരാ. യോഹന്നാന്റെ സുവിശേഷം 6:63 പറഞ്ഞിരിക്കുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകും. ഈ ഒരു ബോധ്യം, അവബോധം, ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കാറുള്ളത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 40 6-ാമത്തെ വചനം എടുത്താൽ, ജഡം തൃണമാണ്, ഒന്നിനും കൊള്ളാത്തതാണ് എന്ന രീതിയിലാണ് അവിടെയും സംസാരിച്ചിരിക്കുന്നത്. ഒരു പുഷ്പം വാടി കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ശരീരം പോകേണ്ടതാണ്, മണ്ണിലേക്ക് മടങ്ങേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ശരീരത്തെക്കാൾ നിത്യം ജീവിക്കുന്ന ആത്മാവിന് പ്രാധാന്യം കൽപ്പിക്കണം എന്നുള്ളതാണ് അതിന്റെ സന്ദേശം. സഭാപ്രസംഗൻ 12-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മരണത്തോടെ സംഭവിക്കുന്ന ഒരു കാര്യം, മണ്ണിൽ നിന്നെടുക്കപ്പെട്ടത് മണ്ണിലേക്ക് മടങ്ങും. ദാതാവിൽ നിന്ന് കിട്ടിയ നമ്മുടെ ആത്മാവ് അതായത് ആ ദാതാവിന്റെ പക്കലേക്ക് മടങ്ങിപ്പോകും. പറയുണ്ട്, മരണമില്ലാത്ത ആത്മാവിന് നാം കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പ്രാർത്ഥന 3 മേഖലയിലും നമ്മെ സഹായിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 തലങ്ങളിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടം ഉണ്ടാവും. ആരാധനകളുടെ ആരാധന എന്നാണ് വിശുദ്ധ ബലിയെക്കുറിച്ച് പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞത്. ഈ ആരാധനയുടെ ആരാധനയായ വിശുദ്ധ ബലിയിൽ നമുക്ക് കിട്ടുന്ന ദിവ്യകാരുണ്യം, അത് ഈ 3 തലങ്ങളിലും നമ്മെ സുഖപ്പെടുത്തും, സഹായിക്കും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 11-ാം അധ്യായം 30-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്, ശരീരത്തിന് സൗഖ്യം ലഭിക്കാൻ, മനസ്സിന് ബലം ലഭിക്കാൻ, ആത്മാവിന് ജീവൻ ലഭിക്കാൻ സഹായിക്കുന്നതാണ് ദിവ്യകാരുണ്യം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പ്രാർത്ഥന നല്ലതായിരിക്കാൻ അതിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 8-ാമത്തെ വചനം എടുത്താം. അവിടെ പറയുന്നുണ്ട്, പ്രാർത്ഥന നല്ലതായിരിക്കാൻ ആ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഉപവാസം, നീതി, ദാനധർമ്മം. ഇവയോടൊപ്പമുള്ള പ്രാർത്ഥന നല്ലതാണ്, ഫലസന്ദായകമാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനക്കാര് പ്രാർത്ഥനയിൽ വളരാനും അവരുടെ പ്രാർത്ഥന കൂടുതൽ ഫലപ്രദമാകാനും ഈ കാര്യങ്ങൾ കൂടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കണം. വല്ലപ്പോഴൊക്കെ ഒന്ന് ഉപവാസം അല്ലെങ്കിൽ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുന്നത്, ഏതെങ്കിലും വിധത്തിലുള്ള അനീതി ജീവിതത്തിലുണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത്, അതുപോലെ തന്നെ ദാനധർമ്മം, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ടൈം, ടാലന്റ് ആൻഡ് ട്രഷർ, അതെല്ലാം നമ്മൾ മറ്റുള്ളവർക്കായിട്ടും അവരുടെ നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ പ്രാർത്ഥനയെ ഫലസന്ദായകമാക്കും. മറ്റ് 5 കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥന നന്നാക്കുന്ന 5 കാര്യങ്ങൾ, അത് പഠിക്കാനായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം പറയുന്നത്, ഈ പ്രാർത്ഥന വളരെ ശക്തമാണ്, ഈ പ്രാർത്ഥന വളരെ നല്ലതാണ്. കാരണം ഒരു നല്ല പ്രാർത്ഥനയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലുണ്ട്. 5 കാര്യങ്ങളാണ് അദ്ദേഹം പ്രത്യേകം
പറയുക. ഒന്നാമത്തെ കാര്യം ദൃഢവിശ്വാസം. അതിന് ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് എന്ന് പറയും. ആത്മവിശ്വാസം, ദൃഢവിശ്വാസം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതില്ലാതെ പ്രാർത്ഥിക്കാം. വെറുതെ യാന്ത്രികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചൊല്ലിപ്പോകാം. അത് വലിയ ഫലം കാണണമെന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ്. ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആ ദൈവം എത്ര ശക്തനാണ്, ആ ദൈവം എങ്ങനെയാണ് ദൈവമക്കളെ കാണുന്നത്, ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നന്മയായത് ചോദിക്കണം. അതിന് ഇംഗ്ലീഷിൽ പറയും റെക്റ്റിറ്റ്യൂഡ്. ഇത് സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ കാണാൻ പറ്റും. യാക്കോസ്ലീഹ 4-ാം അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, ചോദിച്ചിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നീ തിന്മയായത് ചോദിച്ചത് കൊണ്ടാണ്. നന്മയായത് ചോദിച്ചാൽ ഉറപ്പായിട്ട് ദൈവം അത് തന്നിരിക്കും. മൂന്നാമത്തേതാണ് ദൈവഭക്തി. പ്രാർത്ഥിക്കുമ്പോൾ ഭക്തി ഉണ്ടാകണം. ആ ഭക്തിയാണ് നമ്മുടെ പ്രാർത്ഥനയെ മനോഹരമാക്കുന്നത്. ദൈവഭക്തി തിന്മയെ വെറുക്കുന്നതാണെന്ന് സുഭാഷിതങ്ങൾ 8:13 പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഗൗരവപൂർവ്വം കാണുന്നവരുടെ പ്രാർത്ഥന ശക്തമാകും. നാലാമത്തെ കാര്യമാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ശരിയായ ക്രമം ഉണ്ടാകണം. റൈറ്റ് ഓർഡർ. സ്വർഗസ്നായ പിതാവേ നോക്കുമ്പോൾ പ്രാർത്ഥനയെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യ ഭാഗം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാം ഭാഗത്തേക്കാണ് അന്നന്ന് വേണ്ടുന്ന ആഹാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരിക. ഈ ക്രമം നമ്മൾ പാലിക്കണം. ആദ്യം ദൈവരാജ്യം. അങ്ങനെ ദൈവരാജ്യം അന്വേഷിച്ചു പോകുന്നവരുടെ ജീവിതത്തിൽ ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്ന കാര്യമാണ് 5-ാമത്തെ കാര്യം. അതാണ് എളിമ, ഹ്യൂമിലിറ്റി. ഏതൊരു പ്രാർത്ഥനയ്ക്കും അടിസ്ഥാനം എളിമയാണ്. എളിമയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് സ്വീകരിക്കും, നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് ആഗ്രഹിക്കുക. അതിനായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥനയിൽ തടസ്സം നേരിടുന്ന നിരവധി വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.